നമസ്കാരം. 3.0 ആവർത്തിച്ച് വീണ്ടും തുടർ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പിന് കോപ്പുകൂട്ടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 3.0 തുടർ ഭരണം എന്നുള്ള സ്വപ്നത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ ചില വെളിപ്പെടുത്തലുകൾ നിർണായകമായി മാറിയിരിക്കുന്നു. കേരള സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യമായിരുന്നു 2026 തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കണം എന്നും തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കണം എന്നുള്ളതും. തത്വത്തിൽ ഇത് രണ്ടും പോളിറ്റ് ബ്യൂറോ അംഗീകരിച്ചു എങ്കിൽ തീർച്ചയായും തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി ആയിരിക്കണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കേരള ഘടകത്തിന്റെ നിർദ്ദേശത്തോട് MA ബേബി മുഖം തിരിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പിൽ ആദ്യം ജയിച്ച് ഭൂരിപക്ഷം ഉണ്ടാകട്ടെ, ഭൂരിപക്ഷം ഉണ്ടായതിനു ശേഷം മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കാം എന്നാണ് MA ബേബിയുടെ വിശദീകരണം. ഇത് അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും പിണറായി അനുഭാവികളെയും വെട്ടിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2021 പാർട്ടിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കും, പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും വീണ്ടും മുഖ്യമന്ത്രി എന്നാണ് അന്ന് ബേബി പറഞ്ഞിരുന്നത്. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിന് വ്യത്യസ്തമായി എന്ത് സാഹചര്യമാണ് 2026 തെരഞ്ഞെടുപ്പിൽ ഉള്ളത് എന്നുള്ള കേരള സംസ്ഥാന ഘടകത്തിന്റെ ചോദ്യത്തിന് MA ബേബി കൃത്യമായ മറുപടി പറഞ്ഞില്ല. CPMന്റെ രീതി ഒരു കാരണവശാലും മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിന് നേരിടുക എന്നുള്ളതല്ല, തെരഞ്ഞെടുപ്പിന് ശേഷം അത് കൂടിയാലോചിച്ച് ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ് CPMന്റെ നയം എന്നാണ് ബേബി വ്യക്തമാക്കിയത്. അക്ഷരാർത്ഥത്തിൽ ഇത് പിണറായി വിജയനെ വെട്ടിലാക്കുന്ന ഒരു തന്ത്രം തന്നെയായിരുന്നു. MA ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയി വരുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. എന്നാൽ ബംഗാൾ ഘടകത്തിലുള്ള ആരെങ്കിലും, അതായത് പ്രകാശ് കാരാട്ടിനോ ബൃന്ദ കാരാട്ടിനോ പുറമെ മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് വരും എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ, അശോക് ധാവളെ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സീറ്റിലേക്ക് വരും എന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തനിക്ക് താല്പര്യമില്ലാത്ത ആളുകൾ ആ സീറ്റിൽ ഇരിക്കുന്നതിനോട് പിണറായി വിജയൻ ഒരു കാരണവശാലും അനുകൂലിക്കാൻ സാധിക്കില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ബേബിയെങ്കിൽ ബേബി എന്ന രീതിയിൽ ബേബിയെ CPMന്റെ ജനറൽ സെക്രട്ടറി ആക്കുവാൻ, ദേശീയ ജനറൽ സെക്രട്ടറി ആക്കുവാൻ പിണറായി വിജയൻ സമ്മതം മൂളിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടിന് ശേഷം CPMന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വരുന്ന രണ്ടാമത്തെ മലയാളിയാണ് MA ബേബി എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. MA ബേബിയുമായി CPMൽ പിണറായി വിജയന് അത്രത്തോളം സ്വരച്ചേർച്ചയില്ല എന്നുള്ളത് CPMന്റെ അകത്തളങ്ങളിലും പിന്നാമ്പുറങ്ങളിലും ഉയർന്നു വരുന്ന വാർത്ത തന്നെയാണ്. 2014 MA ബേബി മത്സരിക്കുമ്പോൾ, കൊല്ലത്ത് മത്സരിക്കുമ്പോൾ, അന്ന് MA ബേബിയുടെ പ്രതിയോഗിയായിരുന്ന MK പ്രേമചന്ദ്രൻ, RSPയിലെ MK പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിശേഷിപ്പിച്ച അന്നത്തെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ ഒറ്റ പ്രസംഗമായിരുന്നു കൊല്ലത്ത് ബേബിയെ തോൽപ്പിച്ചത് എന്ന് തന്നെ ബേബി ഇപ്പോഴും വിശ്വസിക്കുന്നു, ബേബിയുടെ അനുകൂലികളും വിശ്വസിക്കുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും ബേബിയെ തുടച്ചു നീക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ മനഃപൂർവ്വം തന്നെയാണ് MA ബേബിയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അത്തരം ചില പദപ്രയോഗങ്ങൾ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ നടത്തിയത് എന്നുകൂടി പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. അതെന്ത് തന്നെയായാലും 2014 തെരഞ്ഞെടുപ്പിൽ പ്രേമചന്ദ്രനോട് ദയനീയമായി തോറ്റു ബേബി. എന്നാൽ അതിനു മുൻപ് VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ, അതായത് 2006 VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും MA ബേബി ആയിരുന്നു. MA ബേബി കേരള രാഷ്ട്രീയത്തിൽ നിലകൊള്ളുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം തലവേദനയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ തനിക്കെതിരെ ശബ്ദമുയർത്തുന്ന ആളുകളെ നിശബ്ദരാക്കുവാൻ നടത്തിയ ചില തന്ത്രങ്ങളുടെ ഭാഗമായി തന്നെയാണ് ബേബിയെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും വെട്ടിയൊതുക്കി കേന്ദ്ര രാഷ്ട്രീയത്തിലേക്ക് പിണറായി വിജയൻ പറഞ്ഞയച്ചത് എന്നുള്ളൊരു കിംവദന്തികൾ കൂടി CPMന്റെ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്നുണ്ട്. അതെന്ത് തന്നെയായാലും 2026 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ, മന്ത്രിസഭ രൂപീകരിക്കാൻ LDFന് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ല എന്നുള്ള വ്യക്തമായ സൂചനയാണ് MA ബേബി നൽകിയിരിക്കുന്നത്. പക്ഷേ CPMന്റെ സമ്മതരായ പല നേതാക്കൾ പറഞ്ഞു കേൾക്കുന്നത് മറ്റൊരു രീതിയാണ്. തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും PB അംഗങ്ങൾ മത്സരിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ മത്സരിക്കുന്ന PB അംഗങ്ങൾ ജയിച്ചു വരികയാണെങ്കിൽ, തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരികയാണെങ്കിൽ സ്വാഭാവികമായും CPMന്റെ രീതി അനുസരിച്ചിട്ട് ആ മെമ്പറായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക, CPMന് താല്പര്യം അങ്ങനെയുള്ള PB മെമ്പറെ ആയിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അങ്ങനെയെങ്കിൽ 2026 നടക്കാനിരിക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരേ ഒരു പോളിറ്റ് ബ്യൂറോ അംഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ്. പിണറായി വിജയൻ ജയിച്ചു വരികയാണെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ ആരെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ അവരായിരിക്കണം മുഖ്യമന്ത്രി എന്ന ഒരു അലിഖിതമായ നിയമം CPMനുണ്ടെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. എന്നാൽ അതൊരു കാരണവശാലും സംഭവിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് MA ബേബിയുടെ നിലപാട്.
ഇതിനിടയിൽ കേരളത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകം എന്ന് പറയുന്ന കണ്ണൂരിൽ പോലും മുഖ്യമന്ത്രിക്കെതിരെ കൃത്യമായ വിമത നീക്കം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ ശൈലജ 2026 നിയമസഭയിൽ മത്സരിക്കുന്ന കാര്യം ഇപ്പോഴും തീരുമാനമായിട്ടില്ല. സംസ്ഥാന ഘടകം ഇതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നറിയുമ്പോൾ കെ ശൈലജ തന്നെ എം എ ബേബി, അതായത് ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിക്ക് ചില കത്തുകൾ നൽകിയിരിക്കുന്നു. തനിക്ക് മത്സരിക്കാം, പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണ്, എന്നാൽ തന്റെ സ്വന്തം മണ്ഡലമായ മട്ടന്നൂരിലാണ് തനിക്ക് അതിന് താല്പര്യം എന്നൊക്കെ രീതിയിൽ കെ ശൈലജ എം എ ബേബിക്ക് കത്തെഴുതിയതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശൈലജ മത്സരിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത ഘടകങ്ങളും നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം PBയിലെ ചില നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ശൈലജയെ വെട്ടിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ ശൈലജയായിരിക്കും കേരളത്തിന്റെ ആദ്യത്തെ CPM വനിതാ മുഖ്യമന്ത്രി എന്നൊരു കിംവദന്തി പരക്കുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 ടേം ജയിച്ചു വന്ന ആളുകൾ, അതായത് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിമാരായിരുന്ന ആളുകൾ വീണ്ടും മന്ത്രിയാകണ്ട എന്നൊരു തീരുമാനം കൈക്കൊള്ളുകയും PBയെ കൊണ്ട് അത്തരം ഒരു തീരുമാനം അംഗീകരിക്കുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴികെ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ പഴയ മുഖങ്ങൾ ആരും തന്നെ മന്ത്രിമാരായി വേണ്ട എന്നൊരു തീരുമാനം മുഖ്യമന്ത്രി എടുക്കുകയും അത് PBയെ കൊണ്ട് അംഗീകരിപ്പിക്കുകയും അങ്ങനെ ശൈലജയും തോമസ് ഐസക്കും ഉൾപ്പെടെയുള്ള പ്രമുഖരായ ആളുകളെ പിണറായി വിജയൻ വെട്ടിമാറ്റുകയായിരുന്നു. പകരം താൻ പറയുന്നിടത്ത് ഇരിക്കാൻ പറയുമ്പോൾ കിടക്കുകയും ചെയ്യുന്ന ചില പുതുമുഖങ്ങളെയാണ് പിണറായി വിജയൻ, അല്ലെങ്കിൽ പിണറായി വിജയൻ പറയുമ്പോൾ റാൻമൂളികളായ ചില ആളുകളെയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ മന്ത്രിമാരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അവരോധിച്ചത്. അതിൽ മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസിനെയും മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം മുഖ്യമന്ത്രിക്കെതിരെ CPMൽ നിന്നുള്ള മുതിർന്ന നേതാക്കളുടെ അസ്വാരസ്യങ്ങൾക്കും അസ്വസ്ഥതകൾക്കും വഴിവെച്ചു. അത് 2026 തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കെ ശൈലജയെ വെട്ടിയൊതുക്കുവാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കത്തിന് കെ ശൈലജയോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരായി നിലകൊള്ളുന്നത് EP ജയരാജനും ശ്രീമതി ടീച്ചറും P ജയരാജനും മുതലായ കണ്ണൂരിലെ വൻ CPM നേതാക്കൾ തന്നെയാണ് എന്നുള്ള ചില അഭ്യൂഹങ്ങൾ പുറത്തു വരുന്നു. അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കണ്ണൂർ ജില്ലയിൽ നിന്ന് തന്നെ ശക്തമായ CPMന്റെ മുതിർന്ന നേതാക്കൾ ഒരുമിക്കുന്നു എന്നുള്ള വാർത്ത വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPMന്റെ മുതിർന്ന നേതാക്കളുടെ വിമത ശല്യം ഉണ്ടാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ധർമ്മടത്ത് പിണറായി വിജയന്റെ മത്സരത്തിന് പോലും അത് വലിയ വെല്ലുവിളി ഉയർത്തും. പിണറായി തെരഞ്ഞെടുക്കപ്പെടുവാനുള്ള സാധ്യതയെ പോലും അത് മങ്ങലേൽപ്പിക്കും എന്ന് തന്നെയാണ് CPMനകത്തു നിന്ന് തന്നെ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും കെ ശൈലജയുടെ മത്സരകാര്യത്തിൽ PB തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. അവസാന നിമിഷത്തിൽ വേണമെങ്കിൽ മാറിമറിയാം, കെ ശൈലജ മത്സര രംഗത്തുണ്ടാകാം. എന്നാൽ അത് തന്നെയാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ തലവേദന. ഇനിയും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ തുടരണ്ട എന്നാണ് CPMലെ ഉന്നതരായ അല്ലെങ്കിൽ സമുന്നതരായ CPM നേതാക്കളുടെ താല്പര്യം. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇനി ഭരിക്കുവാനുള്ള ഭൂരിപക്ഷം കിട്ടിയാലും പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കണ്ട എന്ന് പറയുമ്പോൾ കെ ശൈലജ ടീച്ചർ നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചു വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് കെ ശൈലജയെ മുഖ്യമന്ത്രിയാക്കുവാൻ PB അടക്കമുള്ള മേഖലകളിൽ നിന്ന് നീക്കമുണ്ടാകുമെന്ന് പിണറായി വിജയൻ മണത്തറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ ശൈലജ മത്സരിക്കേണ്ട എന്ന് പിണറായി വിജയൻ തീരുമാനമെടുക്കുകയും പിണറായിയുടെ കങ്കാണികളെ കൊണ്ട് അത്തരം ഒരു തീരുമാനം പുറപ്പെടുവിക്കുകയും ചെയ്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതിനെ മുൻകൂട്ടി എറിഞ്ഞിരിക്കുന്നു കെ ശൈലജയും PK ശ്രീമതിയും EP ജയരാജനും P ജയരാജനും അടക്കമുള്ള കണ്ണൂരിലെ സിംഹങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. CPM ജനറൽ സെക്രട്ടറി എം എ ബേബി കൂടി പരസ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് ശേഷം ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ തീരുമാനിക്കാം എന്നുള്ളൊരു കാര്യം കൂടി വിശദീകരിച്ചതോടുകൂടി അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയൻ വെട്ടിലായിരിക്കുന്നു. പിണറായി യുഗം CPMൽ അവസാനിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സന്ദേശം തന്നെയാണ് ഇപ്പോൾ എം എ ബേബി നൽകിയിരിക്കുന്നത്. ഇനി തെരഞ്ഞെടുപ്പിന് ശേഷം എന്തായിരിക്കും ഈ വിഷയത്തിൽ നടക്കുക? ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമോ ഇല്ലയോ, അതോ കെ ശൈലജയ്ക്ക് സംസ്ഥാന സമിതിയിൽ നിന്ന് തന്നെ പ്രത്യേക അനുമതി കൊടുത്തു വീണ്ടും ശൈലജയെ മത്സരിപ്പിക്കുമോ? ഇടതുപക്ഷത്തിന് മന്ത്രിസഭ കിട്ടുകയാണെങ്കിൽ കെ ശൈലജ ആയിരിക്കുമോ മുഖ്യമന്ത്രി എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.